ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 26-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. അധ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. നമസ്തേ. 26-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഇനിയും ഈ ജീവനെ എന്നും ജനിച്ചും എന്നും മരിച്ചും വർത്തിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. അല്ലയോ വീരനായ അർജുന, നീ ഇപ്രകാരം ദുഃഖിക്കാൻ പാടുള്ളതല്ല. ജഡം എന്ന വസ്തു 2ആയി തരംതിരിയുന്നതായി മനസ്സിലാക്കിയല്ലോ. ഇതിൽ ബോധം, അതായത് ആത്മാവ് മാത്രമാണ് സർവ്വതിലും സ്വതന്ത്രമെന്ന് അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ അവരിൽ തന്നെയുള്ള ബോധത്തെ മറമാറ്റി കാണിക്കുവാൻ കഴിവില്ലാത്ത മന്ദബുദ്ധികൾ നിലനിൽപ്പിൻ്റെ ഉപരിതലത്തെ മാത്രം നോക്കിക്കണ്ട് പെട്ടെന്ന് പുറപ്പെടുവിക്കുന്ന വാദമാണ് ജഡവാദം അഥവാ ഭൗതികവാദം. ജീവൻ ഒരു ഭൗതിക പ്രതിഭാസമാകയാൽ അതിൻ്റെ സ്വഭാവം നിത്യമത്തതും നിത്യജനനവുമാകാതെ തരമില്ല. ഇതാർക്കും മാറ്റിമറിക്കാനും കഴിയുകയില്ല. ഭീഷ്മാദികൾ നിത്യജാതന്മാരായിക്കൊള്ളട്ടെ, എങ്കിലും അവരുടെ മരണത്തിന് താൻ ഹേതുവാകണമോ എന്ന പാർത്ഥൻ്റെ അടുത്ത സംശയത്തിനാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ മറുപടി പറയുന്നത്. നമസ്തേ. 27-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.